സംരംഭം പൂർണ്ണ വിജയമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതിഥിയായിരിക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ MLA നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വിലയേറിയ വാക്കുകൾ നമുക്കിപ്പോൾ ശ്രമിക്കാം. പ്രിയപ്പെട്ട മോഹൻചേട്ടൻ്റെ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പവർ സൺ സോളാർ അത് റീ എനർജി സിസ്റ്റംസിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്ന ഈ പദ്ധതി തീർച്ചയായിട്ടും നാടിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് വരുന്ന കാലത്തെ എനർജി അല്ലെങ്കിൽ എനർജിയുടെ ആവശ്യങ്ങൾ ഇപ്പോൾ വാട്ടർ ഇലക്ട്രിസിറ്റി കൊണ്ട് മാത്രം, വാട്ടർ പ്രോജക്ട്സ് കൊണ്ട് മാത്രം തീരത്തില്ല. അതിന് നമുക്ക് പല മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സോളാർ തന്നെ. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പിതാവിനെയാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൽ സോളാർ എനർജി കൊണ്ടുവരുവാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അത് നടപ്പാക്കിലാക്കുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ട്. ലോകത്തിലെ തന്നെ പൂർണ്ണമായി സോളാർ എനർജിയിൽ റൺ ചെയ്യുന്ന കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ട് കൊച്ചിയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. അത് UDF സർക്കാർ ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നാണ്. ഇന്ന് അത് നാടിന് വലിയൊരു അംഗീകാരം കിട്ടി. ലോകം അംഗീകരിക്കുന്ന രീതിയിൽ ഒരു അവാർഡും ആ എയർപോർട്ടിന് ലഭിച്ചു. തീർച്ചയായിട്ടും സോളാർ എനർജി തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള മാർഗം. സോളാർ മാത്രമല്ല, എല്ലാ സോഴ്സസും ഉണ്ട്. വിൻഡ് എനർജിയും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത് മാലിന്യമാണ്. ഈ മാലിന്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ നമ്മൾ 2004 കാലഘട്ടത്തിൽ കൂടുതൽ എംഫസിസ് കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ എനർജിയോടൊപ്പം തന്നെ അതിന് ചില സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അതിന്റെ പൊല്യൂഷൻ ആസ്പെക്ട് ഒക്കെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ എനർജി സോഴ്സസ് കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ നാടിന് വികസനത്തിന് വേറൊന്നും വേണ്ടി വരത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും മോനിച്ചേട്ടൻ കൊണ്ടുവരുന്ന ഈ സംരംഭം എല്ലാവിധ ആശംസകളും നേരിടുന്നു. ഇനിയും ഒത്തിരി സംരംഭങ്ങൾ അങ്ങക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങയുടെ വിലപ്പെട്ട വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിയും ശ്രീ ചാണ്ടി ഉമ്മനും അതുപോലെ അവതരണത്തിൽ മോനിച്ചായനും ഈ വിൻഡ് എനർജിയും മറ്റ് നിരവധി സംവിധാനങ്ങൾക്കുമിടയിൽ ഈ സൗരോർജത്തിൻ്റെ പ്രസക്തി വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. പുരപ്പുറ സൗരോർജ പദ്ധതി പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, പുത്തൻ പെൺകുട്ടി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുളിമൂട്ടിലെ മോനിച്ചായനും കൂട്ടിനും റോയിയുടെ സഹായത്തോടെ പുരപ്പുറം മുഴുവൻ കയറാൻ തീരുമാനിച്ചിരിക്കുക. അത് ഒരു വിജയമാകും, ഒരു സംശയവുമില്ല. പിന്നെ മോനിച്ചായനും പുളിമൂട് കുടുംബവും ഏറ്റെടുത്തിട്ടുള്ള സംരംഭങ്ങളൊക്കെ നാടിന് നല്ല നന്മ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അഭിവന്ദ്യ തിരുമേനി പറഞ്ഞു, നമ്മുടെ ഈ മേഖലയിൽ സൗരോർജ പദ്ധതികളെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ അധികാരികൾ ഇടപെടേണ്ടതുണ്ട്, ഒരു സംശയവുമില്ല. അതിന് കൂടുതൽ സബ്സിഡികൾ നൽകിക്കൊണ്ട് ആ മേഖലയ്ക്ക് കരുത്തേകുവാൻ കഴിയേണ്ട ഒരു കാലഘട്ടമാണിത്. ആദ്യമായി അനു ജൂബി പറമ്പിൽ മീനിട മുന്നോട്ട് വരണം. അത് ശ്രീ ചാണ്ടി ഉമ്മൻ MLAക്ക് ആദ്യത്തെ ബുക്കിങ്ങിൻ്റെ ചെക്ക് കൊടുത്തുകൊണ്ട് ഈ പദ്ധതി ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യുന്നു.
വാലി റൂഫിൻ്റെ MD ശ്രീ ജോൺ ജേക്കബ്, അതുപോലെ തന്നെ ഡയറക്ടർ അക്കു ജോണും ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് അഡ്വാൻസ് തന്നുകൊണ്ട് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നു. അടുത്തതായിട്ട് നിഷ കുടിമുട്ടിൽ ഈ പദ്ധതിയിൽ അഡ്വാൻസ് തന്ന് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നു. അഭിമന്യ തിരുമനസിനെ അത് ഏൽപ്പിക്കുകയും പ്രാർത്ഥനാശംസകൾ ആവശ്യപ്പെടുകയും ചെയ്യും. നന്ദി.